പുനരധിവാസത്തിന് സ്വന്തം നിലയ്ക്ക് പിരിവിനിറങ്ങിയവർ, അതുപോലെ തന്നെ സാധനങ്ങളും സേവനങ്ങളും എത്തിച്ചവർ, അവരെല്ലാം നമ്മൾ ഈ ദുരന്തമുഖത്ത് കണ്ടതാണ്. രാഷ്ട്രീയ മതവ്യത്യാസമില്ലാതെയാണ് എല്ലാവരും ഒന്നു ചേർന്ന് പ്രവർത്തിച്ചത്. വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി 20,44,63,000 രൂപയാണ് ഡിവൈഎഫ്ഐ പിരിച്ചത്. ഇതിനായി സഹകരിച്ച മുഴുവൻ ആളുകളോടും ഡിവൈഎഫ്ഐ നന്ദി അറിയിക്കുന്നു. ബിരിയാണി ചലഞ്ചിലൂടെയും ചായക്കട നടത്തിയും ചുമടെടുത്തുമൊക്കെ പിരിച്ചെടുത്ത തുകയാണിത്. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. ഗുഡ് ഈവനിംഗ് വി വസീഫ്. നിങ്ങൾ കാണിച്ച ഈ നന്മയ്ക്ക് അതൊരു അപ്രീസിയേഷൻ കൊടുത്തു പോകണമെന്ന് തോന്നിയത് കൊണ്ടാണ് വസീഫിനെ വിളിച്ചത്. തീർച്ചയായിട്ടും സുജയ, നമ്മൾ ചൂരന്മലയിലും മുണ്ടക്കയിലുമൊക്കെ മാധ്യമപ്രവർത്തകർ ഡിവൈഎഫ്ഐയെ കണ്ടതാണ്. ഡിവൈഎഫ്ഐയുടെ ഇടപെടലുകൾ നിങ്ങൾ ശ്രദ്ധിച്ചതാണ്. അതിനപ്പുറം മുണ്ടക്കയിലും ചൂരൽമലയിലെയും ഒക്കെ ജനങ്ങൾ ഒഴുകിപ്പോയിരുന്ന ചാലിയാറിന്റെ പ്രദേശത്ത് നമുക്കറിയാം 154ഓളം മൃതദേഹങ്ങൾ നേരിട്ട് കാടിനകത്തേക്ക് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എടുത്ത് പുറത്തേക്ക് ആ ശരീരഭാഗങ്ങൾ കൊണ്ടുവരുന്നതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ച് അതിന് വോളണ്ടിയറായി നിന്ന ഡിവൈഎഫ്ഐയുടെ 1000ഓളം സഖാക്കളുണ്ട്. ഇവരുടെയൊക്കെ ഒരു ഇടപെടൽ ആ സമയത്ത് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്, നാട് കണ്ടതാണ്. നമ്മൾ ഒരുമിച്ച് ആ പ്രവർത്തനത്തിന്, രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതാണ്. അന്ന് തന്നെ ഉടനെ തന്നെ തൊട്ടു പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അറിയുന്നതിന് മുമ്പേ ഞങ്ങൾ പ്രഖ്യാപിച്ചു 25ഓളം വീട്, 25ൽ കുറയാത്ത വീട് ഞങ്ങൾ നിർമ്മിച്ചു നൽകും എന്ന്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ ഞങ്ങൾ ഈ ക്യാമ്പയിനുമായി തെരുവിലേക്ക് ഇറങ്ങി, ആക്രി പെറുക്കി, ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിരിയാണി ചലഞ്ച് നടത്തി, ഞങ്ങൾ ചായക്കച്ചവടം നടത്തി. ഈ ചായക്കച്ചവടമൊക്കെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത പലഹാരങ്ങൾ കൊണ്ടുവന്ന് കച്ചവടം ചെയ്താണ് ഞങ്ങൾ. മാത്രമല്ല ഡിവൈഎഫ്ഐയുടെ പല യൂണിറ്റുകളും പല സ്ഥലങ്ങളിലും, പല ജില്ലാ കേന്ദ്രങ്ങളിലും മീൻ വിൽക്കുന്നത് വരെ നമ്മൾ കണ്ടു. അങ്ങനെ പലതരത്തിൽ കുട്ടികൾ കൊണ്ട് കൊടുക്കുന്ന സമ്പാദ്യ കൊടുക്ക, അങ്ങനെ പലതരത്തിലാണ്. ഇപ്പോൾ അത് വലിയൊരു തുകയായിരിക്കുന്നു, 20 കോടിയായിരിക്കുന്നു. വസീഫ്, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ അവിടെയുള്ളവരിൽ പലർക്കും വാടക കിട്ടാത്തതിനെ കുറിച്ച്, ഒരു വീട് ഒരുങ്ങുമോ എന്നുള്ളതിന്റെ ആശങ്കയോടെ കഴിയുന്ന മനുഷ്യർ. ഇപ്പോൾ നേരത്തെ വസീഫ് കണ്ടിട്ടുണ്ടാകും, ശങ്കരനും മജീദിക്കയും ഒക്കെ പശുവിനെ ഇടാൻ ഒരു ആലയില്ല എന്നതാണ് അവർ പറയുന്നത്. ഈ പഴയ വീടിന്റെ ആ മുറികളിലൊക്കെ കൊണ്ടുപോയി പ്രസവിച്ച പശുവിനെയും കിടാവിനെയും ഒക്കെ കൊണ്ടിടേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെ അടിയന്തരമായി പരിഹരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഈ പിരിച്ച തുക അത് ദുരന്ത നിവാരണ നിധിയിലേക്ക് കൊടുക്കുകയാണോ, അതോ നേരിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വീട് വെച്ച് നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണോ? സുജയ, ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിച്ചത് കേരളത്തിലെ ഗവൺമെന്റിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം പുനരധിവാസ പ്രവർത്തനത്തിനും ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിന്നാണ് ഞങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്താണോ കേരളത്തിലെ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നത്, എങ്ങനെയാണോ വീടുണ്ടാക്കി കൊടുക്കാൻ പറയുന്നത്, എന്താണോ മാനദണ്ഡം, അതിനനുസരിച്ച് ഞങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു വീടിന് ഗവൺമെന്റ് ഏൽപ്പിക്കുന്ന ഏജൻസി ഇത്ര രൂപയാണ് ചെലവ് വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്രയും വീട് നിർമ്മിച്ചു നൽകും. പൊതുവെ ഞങ്ങൾ ഒരു കാഴ്ച എന്തെന്ന് വെച്ചാൽ 100ൽ കുറയാത്ത വീട് ഞങ്ങൾക്ക് നിർമ്മിച്ചു നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനുശേഷം ബാക്കിയുള്ള പണം ഉപയോഗിച്ച് ഏതൊക്കെ തരത്തിൽ ഇടപെടാൻ പറ്റുമോ എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെ ഞങ്ങൾ ഇടപെടും. ഇതിലെല്ലാം ഞങ്ങൾ മുഖ്യമായും ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇടപെടും. പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വളരെ യോജിപ്പോടുകൂടി, ഒറ്റക്കെട്ടായി, വളരെ കാര്യക്ഷമമായിട്ടാണ് ഇങ്ങനെ ഒരു ദുരന്തമുഖത്ത് നിന്ന് സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിന് നാടും നമ്മുടെ പ്രദേശവും ഒക്കെ നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് നേതൃത്വത്തിൽ വളരെ ഇച്ഛാശക്തിയോടുകൂടി ഇടപെട്ട ഒരു ഗവൺമെന്റ് ഉണ്ട്. അതിന് നേതൃത്വമുണ്ട്. അത് രാഷ്ട്രീയ നേതൃത്വമായാലും അതിന്റെ ഉദ്യോഗസ്ഥന്മാരായാലും അതിനോട് ചേർന്ന് നിന്ന മാധ്യമപ്രവർത്തകർ, അതിനോട് ചേർന്ന സന്നദ്ധ സേവകർ, എല്ലാവരും അതിനൊരു വലിയ നല്ലൊരു കോർഡിനേഷനോട് കൂടി തന്നെയാണ് പോയത്. ഇനിയും നമുക്ക് കേരളത്തിന്റെ ഒരു മഹത്വം ഈ നാടിന് കാണിച്ചു കൊടുക്കണം. ഈ പ്രയാസങ്ങൾ സ്വാഭാവികമാണ്, പ്രയാസങ്ങളുണ്ട്. അവിടെ ഉണ്ടാകുന്ന ചില പ്രതിസന്ധിയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് അതിജീവിക്കാനുണ്ട്. തീർച്ചയായിട്ടും ഒരു നല്ല പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഇതിനെല്ലാം നമുക്ക് അതിജീവിച്ച് വളരെ കൃത്യമായി ഒരു പുനരധിവാസ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കും. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയ സഹായമോ പിന്തുണയോ ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാട് ഈ വയനാട്ടിലെ ജനങ്ങളെ, മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ജനങ്ങളെ ഏറ്റെടുക്കും. അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും
അറുതി വരുത്താൻ നമുക്ക് ഒരുമിച്ച് നേതൃത്വം കൊടുക്കാൻ പറ്റും. തീർച്ചയായും വസീഫ, നമ്മളും അത് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി 20,44,00,000 രൂപയാണ് ഡിവൈഎഫ്ഐ സമാഹരിച്ചിരിക്കുന്നത്. നേരത്തെ വസീഫ് സൂചിപ്പിച്ചതുപോലെ വിവിധ ചാലഞ്ചുകളിലൂടെയാണ്. അപ്പോൾ അതിന് ഡിവൈഎഫ്ഐക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. താങ്ക് യു വസീഫ് ഫോർ ജോയിനിങ് us.